ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ രേവതിയെക്കുറിച്ച് ഒരാളോട് പറഞ്ഞിരുന്നു. അതൊക്കെ ഇങ്ങനെ രേവതിയുടെ കേക്ക് അയാളിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. രേവതിയെ കുറ്റം പറഞ്ഞ ഒരു ഡയലോഗ് മാത്രം എടുത്തിട്ട് അയാൾ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മുടെ രേവതി കേട്ടിട്ട് അവിടെ നിന്ന് പിണങ്ങി ദേഷ്യപ്പെട്ടു പോകുന്ന ഒരു എപ്പിസോഡ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന എപ്പിസോഡാണ് കേട്ടോ പറയുന്നത്. ഇത് നമ്മുടെ അടുത്ത ആഴ്ച തന്നെ വരാനിരിക്കുന്ന എപ്പിസോഡാണ്. നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ രേവതിയുടെ പിണക്കം മാറ്റാനായിട്ട് സച്ചിയാണെങ്കിൽ ഒരു കൊതുകുവല ഉണ്ടല്ലോ അവരുടെ കട്ടിലിൽ, ഇങ്ങനെ പുതിയതായിട്ട് മേടിച്ച ഒരു കൊതുകുവല ഇടാനായിട്ട് ഒരാളെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ അയാളെ കൊണ്ടിട്ട് ഇങ്ങനെ മുതലാളിയമ്മ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതിയെ വിളിപ്പിക്കാനായിട്ട് സച്ചി പറഞ്ഞൊക്കെ വിടുന്നുണ്ട്. അത് രേവതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുമില്ല. അതിൻ്റെ പേരിൽ ചന്ദ്രമതി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ എപ്പിസോഡിലുള്ളതാണ്. അങ്ങനെ അയാൾ കൊതുകുവലയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതിന് ശേഷമായിട്ട് ആ ആള് തിരിച്ചു പോയിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ട് സ്വന്തം ഭാര്യനെ അങ്ങനെ വിളിപ്പിച്ചതെന്നേ. ഈ സമയം സച്ചി ആണെങ്കിൽ അയാളോട് ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടാ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഭാര്യയുമായിട്ട് വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാന്ന്? അയ്യോ, അതൊന്നും പറയാതിരിക്കുക നല്ലത്. പിന്നെ ഒരാഴ്ചത്തേക്കിന് ആ ഏരിയയിലേക്ക് പോലും പോകാൻ പറ്റില്ല, പിന്നെ ഒന്നും മിണ്ടത്ത് പോലും ഇല്ല എന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാലേ ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്. ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ സോൾവ് ചെയ്യുന്നേ. അപ്പോഴേക്കും അയാൾ ചോദിക്കുന്നുണ്ട്, ആഹാ, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ? അത് എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കാനേ. അതൊക്കെ വലിയൊരു ട്രിക്കാണെന്ന് പറഞ്ഞിട്ട്, എന്നാൽ ശരി നിങ്ങൾ പൊക്കോന്നും പറഞ്ഞിട്ട് സച്ചി അയാളെ പറഞ്ഞിട്ട് വിട്ടിട്ട് അവിടെ നിന്നങ്ങ് പോവാണേ. അങ്ങനെ സച്ചി പോയി കഴിയുമ്പോൾ അയാൾ ഓർക്കുന്നുണ്ട്, അയ്യോ, ആ ട്രിക്ക് എന്താണെന്ന് മാത്രം പറഞ്ഞു തന്നില്ലല്ലോ എന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ നേരെ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നത്. ഈ സമയം രേവതി ആണെങ്കിൽ അയാൾ വന്ന് കട്ടിലിൻ്റെ നെറ്റൊക്കെ അടിച്ച് ഇട്ട് പോയല്ലോ, അതിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൂലൊക്കെ എടുത്തിട്ട് എല്ലാം തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ സച്ചി ആണെങ്കിൽ ഒരു വെള്ള കർച്ചീഫ് എടുത്ത് ഇങ്ങനെ വീശിക്കൊണ്ടാണ് കേട്ടോ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ സച്ചിയേട്ടൻ ഇങ്ങനെ കൊടിയും പിടിച്ചുകൊണ്ട് വരുന്നതെന്നേ. എന്നാൽ ചൂലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന രേവതിയെ കാണുമ്പോൾ സച്ചി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് പോവാണ് കേട്ടോ. ഈശ്വര, എന്നെ ചൂലിനടിച്ചിട്ട് അടിച്ചോടിക്കാനാണോ ഇവളുടെ പ്ലാൻ എന്ന് ഓർത്തിട്ട് അപ്പോഴേക്ക് ഈ ടവല് കാണിച്ചിട്ട് സമാധാനം എന്നിങ്ങനെ കാണിക്കുകയാണേ. അപ്പോഴേക്ക് രേവതി ഇരിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ സമാധാനം എന്നിങ്ങനെ പറയുന്നേനെ. ഒന്നുമില്ല രേവതി, അതെ കട്ടിലിന് നെറ്റൊക്കെ അടിച്ചല്ലേ, നന്നായിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കാനേ. അത് സച്ചിയേട്ടനെ നോക്കിയാൽ മനസ്സിലാവില്ലേന്ന് രേവതി ചോദിക്കുന്നുണ്ട്. പിന്നീടായിട്ട് സച്ചി ഇങ്ങനെ പമ്മി നിൽക്കുകയാണേ. അതെ രേവതി, ആ നെറ്റ് അടിക്കാൻ വന്ന ആള് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കാനേ. ആ പറഞ്ഞു, ഇത്രയും മതിയില്ലേ എന്ന് ചോദിച്ചു, കൊള്ളാവോന്നും ചോദിച്ചിട്ട് പോയി എന്ന് പറയാനേ. അപ്പോഴേക്കും അതല്ലാതെ എന്തെങ്കിലും മുതലാളിയമ്മ എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കണേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതിന് ഞാൻ മുതലാളിയമ്മയൊന്നും അല്ലല്ലോ, ഞാനിവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്ന യക്ഷിയല്ലേ എന്ന് ചോദിക്കാനേ. അയ്യോ രേവതി, നീ ഇതുവരെ മനസ്സിൽ നിന്ന് വിട്ടില്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ വെള്ളക്കൊടിയൊക്കെ കാണിച്ചുകൊണ്ട് വന്നത്. വെള്ളക്കൊടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണെന്ന് സച്ചി പറയുന്നുണ്ട്. എന്താ സച്ചിയേട്ടാ പറയാനുള്ളതും മുഴുവൻ പറഞ്ഞിട്ട് ഇപ്പൊ സമാധാനം എന്ന് പറഞ്ഞു വന്നിരിക്കുന്നോ? അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സച്ചിയേട്ടാ, ഞാൻ എപ്പോഴാ സച്ചിയേട്ടൻ്റെ അടുത്ത് യക്ഷിയെ പോലെ ഉറഞ്ഞു തുള്ളിയിരിക്കുന്ന? അത് രേവതി, അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതെ മതി സച്ചിയേട്ടാ, എനിക്കെല്ലാം മനസ്സിലായി. വീട്ടിൽ നല്ല സ്നേഹത്തോടു കൂടി കാണിച്ചിട്ട് പുറത്തു പോയിട്ട് ആളുകളെ കുറിച്ചിട്ട് എന്നെ ഒരു യക്ഷിയും ഭ്രാന്തിയൊക്കെ ആക്കിയാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നതല്ലെന്ന് ചോദിക്കാനേ. അപ്പോഴേക്ക് സച്ചി വീണ്ടും പറയുന്നുണ്ട്, അതല്ല രേവതി, എൻ്റെ അടുത്ത് ട്രിപ്പിന് വേണ്ടി കയറിയ ആളോട് ഞാൻ കുറച്ച് ജോളിയായിട്ട് അങ്ങ് സംസാരിച്ചു പോയി, അതിൻ്റെ ഇടയിൽ അങ്ങ് വന്നു പോയതാണെന്ന് പറയാനേ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, ജോളിയായിട്ട് സംസാരിച്ച നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഭാര്യയെ കുറ്റം പറയുകയാണോ ചെയ്യാന്നേ? അതല്ല രേവതി, അങ്ങനെയൊക്കെ കുറച്ച് മസാല കൂട്ടി പറഞ്ഞാലല്ലേ എനിക്ക് ഇനിയും അടുത്ത ട്രിപ്പിന് വിളിക്കുള്ളൂ എന്ന് സച്ചി ചോദിക്കുവാണേ. ആഹാ, കൊള്ളാമല്ലോ. സച്ചിയേട്ടനപ്പോൾ കൂടുതൽ ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യനെ വായി തോന്നിയതൊക്കെ നാട്ടുകാരോട് പറയുകയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്.
എന്നാൽ സച്ചി പറയുന്നുണ്ട്, അതല്ല രേവതി, ഈ TV ഷോയിലും കോമഡി ഷോയിലും ഒക്കെ കണ്ടിട്ടില്ലേ, അവര് ആളുകളെ ചിരിപ്പിക്കുന്നതിനും മോട്ടിവേഷനിലൊക്കെ അവരെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അവര് സംസാരിക്കുന്നത് അവരുടെ ഭാര്യമാരെ കുറിച്ചും കുടുംബത്തിലുള്ളവരെ കുറിച്ചും ഒക്കെ അല്ലേ. അതെന്ന് പറഞ്ഞിട്ട് സത്യമാകാറുണ്ടോ? ഇല്ലല്ലോ. അത് അന്നേരത്തെ ഒരു സംസാരത്തിന് വേണ്ടി സംസാരിക്കുന്നതല്ലേ. അതുപോലെ തന്നെയാണ് ഇതിപ്പോ എൻ്റെ ജോലിയുടെ ഒരു ഭാഗമായിട്ടാണെന്ന് കരുതിയാൽ മതി രേവതി. അല്ലാതെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല. ഞാൻ അങ്ങനെ ചെയ്യുമോന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, ഓഹോ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ ഞാൻ നാളെ മുതൽ പൂ കൊടുക്കാൻ പോകുന്ന എല്ലാ ചേച്ചിമാരുടെ അടുത്തും സച്ചിയേട്ടനൊരു മുരടനാണ്, ദുഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞ സച്ചിയേട്ടന് കുഴപ്പമുണ്ടോന്ന് ചോദിക്കണേ. എന്ത് കുഴപ്പം? രേവതിക്ക് അങ്ങനെ പറയണമെന്നുണ്ടേ നീ പറഞ്ഞോ രേവതി എന്ന് സച്ചി പറയാണേ. രേവതി, അതുകൊണ്ട് നിനക്ക് കുറച്ച് കൂടുതൽ മുഴം പൂ വയ്ക്കുമെന്നുണ്ടെങ്കിൽ നീ അത് പറഞ്ഞോ. അതുപോലെ തന്നെ ഞാൻ കൂടുതലായിട്ട് ആളുകളുടെ അടുത്ത് സംസാരിച്ചാൽ എനിക്ക് കൂടുതൽ ട്രിപ്പ് കിട്ടും. ട്രിപ്പ് കൂടുതൽ കിട്ടിയാലേ കൂടുതൽ പൈസയും കിട്ടും. പൈസ കിട്ടുമ്പോൾ ഹൽവ വരും എന്നും പറഞ്ഞിട്ട് ഈ ഹൽവയും കൊണ്ടാണ് കേട്ടോ സച്ചി വന്നിരിക്കുന്നത്. അതെടുത്ത് രേവതിയുടെ നേരെ നീട്ടുവാണേ. ഓ, നിങ്ങളപ്പോൾ ഐസ് വെക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുകയാണേ. ഐസ് ഒന്നും അല്ല രേവതി, ഇത് ഹൽവയാണെന്ന് പറയാണേ. അപ്പോഴേക്കും രേവതിയുടെ മുഖം വീണ്ടും തെളിയുന്നില്ല. സച്ചി പറയുന്നുണ്ട്, രേവതി ഇനി എങ്ങനെയാ ഞാൻ നിന്നെ സമാധാനിപ്പിക്കേണ്ടത്? വെള്ളക്കൊടി കാണിച്ചു, ഹൽവയും കൊണ്ടുവന്നു. ഇനി നിന്റെ ദേഷ്യമൊക്കെ മാറ്റി ആ ചൂലെടുത്ത് വെച്ചിട്ടേ ഹൽവ എടുത്ത് കഴിക്കുന്നു പറയാണേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അതെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കണ്ട, നമ്മുടെ റൂമിൽ പോയിരുന്ന് കഴിച്ചാലോ എന്നേ. അയ്യോ രേവതി, അതിന് നമുക്ക് റൂമില്ലല്ലോ. അതിനെന്താ, സച്ചിയേട്ടനിപ്പോൾ സ്പെഷ്യലായിട്ടൊരു റൂം കെട്ടിയിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അവരവരുടെ കട്ടിലിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ പുതിയ നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു നെറ്റാണ്. പുറത്തു നിന്ന് നോക്കിയാൽ ഉള്ളിലൊന്നും കാണാത്ത മാതിരി ഒരു ചെറിയ റൂം പോലത്തെ ഒരു നെറ്റൊക്കെയാണ് കേട്ടോ കെട്ടിയിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര സന്തോഷത്തോടു കൂടി അതിനകത്തിരുന്ന അൽവയൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന വിമലാമ്മേനെ കണ്ടിട്ട് ശ്രുതി വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി ശ്രുതി വരുമ്പോൾ നല്ല ദേഷ്യത്തിലായിരിക്കും. ഒരു ഐഡിയ മനസ്സിലുണ്ട്, അത് വർക്കൗട്ട് ആയിരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ശ്രുതി ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ കടയിലിരുന്ന് ശ്രുതിയെ വിളിക്കുന്ന സമയത്ത് മീരയുടെ കൂടെയാണെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ മീര ശ്രുതിയുടെ കടയിൽ എത്തുന്നുണ്ട് കേട്ടോ. ആ പ്രശ്നത്തിൻ്റെ പേരിൽ ശ്രുതി വീട്ടിൽ വരുമ്പോൾ വഴക്കുണ്ടാക്കുമെന്ന് ഓർത്തിട്ടാണ് ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ശ്രുതി കയറി വരുമ്പോഴേ ശ്രുതി വയ്ക്കുന്നുണ്ട്, എന്താ ശ്രുതി എന്നോട് ദേഷ്യത്തിലാണോന്നേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ഞാനെന്തിനാ ശ്രുതി നിന്നോട് ദേഷ്യപ്പെടുന്നത്? അതെ, എനിക്ക് നീ എന്താ എന്നോട് എന്തെങ്കിലും മറച്ചു വെച്ചോ, അതോ എന്നോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞോ എന്ന് ചോദിക്കുകയാണേ. അതെ, ശ്രുതിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. വാ ശ്രുതി, നമുക്ക് റൂമിൽ പോയിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞ് ശ്രുതിയെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവാണ്. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഞാൻ എന്ത് പറഞ്ഞാലും ശ്രുതിക്കിപ്പോൾ മനസ്സിലാവുമോയെന്ന് എനിക്കറിയില്ല എന്ന് പറയണേ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, നോക്ക് ശ്രുതി, നീ എന്തിനാണ് എൻ്റെ അടുത്ത് കള്ളത്തരം പറയുന്നത്? ഞാൻ ഇന്ന് വരെ നിൻ്റെ അടുത്ത് ഒരു കള്ളത്തരവും പറഞ്ഞിട്ടില്ല. പണ്ടൊക്കെ പറഞ്ഞിരുന്നു, എന്നാൽ ഷോറൂം തുടങ്ങിയതിന് ശേഷം നിന്നിൽ നിന്ന് ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. രേവതിയുടെ സ്വർണം എടുത്ത കാര്യം പോലും അമ്മ നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞു. എന്നാൽ നീ ആവട്ടെ എന്നോട് ഇപ്പോൾ ഒരുപാട് കള്ളത്തരങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ശ്രുതി പറയുക. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്താ ശ്രുതി, നീ ആദ്യത്തെ തവണയാണോ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത്, അതോ മുമ്പും ഇങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണേ. നിർത്ത് ശ്രുതി, ഞാൻ പറയുന്നത് ആദ്യമൊന്ന് കേക്കെന്നും പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുകയാണേ. അതിനുശേഷമായിട്ട് ശ്രുതി ബാഗിൽ നിന്ന് ഒരു മാല എടുത്തിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി ഇത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഞാൻ കുറേ നാളായിട്ട് ശ്രുതി ഭയങ്കര സ്ട്രെസ്സിലായിരുന്നല്ലോ, എന്തോ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് ഓർത്തിട്ട് മാറി മാറി കളർ ഡ്രസ്സുകളൊക്കെ ഇട്ടിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ക്ലയൻറ്റ് പറഞ്ഞിട്ട് ആ ഒരു സ്വാമിജീനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിരുന്നത്. എന്നാൽ ആദ്യം ശ്രുതിയുടെ അടുത്ത് പറയണമെന്ന് ഓർത്തതാണ്. എന്നാൽ ശ്രുതിക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പോയി സ്വാമിജീനെ കണ്ടിട്ട് ഈ മാലയും മേടിച്ചുകൊണ്ട് വന്നത്.
എന്നാൽ അത് മീരയുടെ കൂടെയാ പോയതെന്ന്, അതുകൊണ്ടാണ് ശ്രുതി ഞാൻ പറയാതിരുന്നത്. എന്നാൽ ആ കറക്റ്റ് സമയം മീര അങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ കരുതിയോന്ന് ചോദിക്കുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, ഞാനന്ന് കളർ ഡ്രസ്സ് ഇട്ടിരുന്നപ്പോൾ നിനക്കിതിലൊന്നും വിശ്വാസമില്ല, ഇതൊന്നും ഉള്ള കാര്യമല്ലെന്നൊക്കെ പറഞ്ഞ നീ എന്നെ കളിയാക്കിയതല്ലേ, എന്നിട്ടിപ്പോൾ നീയാണോ പോയിട്ട് മാല പൂജിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, അല്ല ശ്രുതി, എനിക്ക് അന്നൊന്നും വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ശ്രുതി ആ കളർ ഡ്രസ്സൊക്കെ മാറി മാറി ഇട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ ബിസിനസ് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയില്ലേ, അപ്പോൾ എനിക്കും കുറെ വിശ്വാസമായി. പിന്നെ ഒരു ക്ലയൻറ്റും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമായി. അതുകൊണ്ടാണ് ശ്രുതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ മാല പൂജിക്കാൻ വേണ്ടിയിട്ട് അത്ര റിസ്ക് എടുത്ത് പോയെന്ന് പറയണേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി, നീ പറയുന്നതൊക്കെ മൊത്തത്തിൽ വിശ്വസിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നില്ല. നിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് നീ ഓരോന്ന് പറയുന്നതാണെന്നാണ്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, അപ്പോൾ ശ്രുതിക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലേ? അല്ല, നീ ഇങ്ങനെ ചെയ്യുന്നതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒക്കുന്നില്ല എന്ന് പറയാണേ. എന്നാൽ ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, ശരി ശ്രുതി, എന്തായാലും ശ്രുതിക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പോയ ഞാനാണല്ലോ മണ്ടി, അല്ലെങ്കിലും ശ്രുതി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ ദേഷ്യപ്പെട്ടങ്ങി ഇരിക്കുകയാണേ. എന്നാൽ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നിന്റെ ഈ ദേഷ്യം കാണുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നുണ്ട് നീ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന്. അന്ന് കോമ്പറ്റീഷനിൽ പോയ സമയത്ത് അവിടുത്തെ ജഡ്ജസ് പറഞ്ഞിരുന്നല്ലോ, നമ്മൾ പരസ്പരം എന്തോ മറയ്ക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തതെന്ന്. അപ്പോൾ നീ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും ദേഷ്യം വരുന്നതെന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, അപ്പോൾ ശ്രുതിക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലേ? ശ്രുതി ആ സമയവും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ശ്രുതി, എനിക്ക് നിന്റെ ഈ പ്രവൃത്തികളിൽ നിന്നൊക്കെ മൊത്തത്തിൽ മനസ്സിലാവുന്നത് നീ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്നാണ്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, അപ്പോൾ ശ്രുതി എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ, അതോ ഞാൻ വേറെ എന്തിനെങ്കിലും പോയതാണെന്നോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്തായാലും നീ എന്തോ ഒരു കാര്യം എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പാണെന്ന് ശ്രുതി പറയുകയാണ് കേട്ടോ. ശ്രുതി എന്തൊക്കെ പറഞ്ഞിട്ടും ശ്രുതിയാണെങ്കിൽ ആ മൈൻഡിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും ഇതെല്ലാം എൻ്റെ തെറ്റാണ്. എനിക്കൊന്നും പറഞ്ഞിട്ട് ആരുമില്ലല്ലോ, ഞാൻ ശ്രുതിയെ മാത്രം സ്നേഹിച്ച് ജീവിക്കുകയാണ്. അച്ഛനുണ്ടെങ്കിലും ഇല്ലെന്നും പറയുന്ന അവസ്ഥയാണ് എൻ്റേത്. പിന്നെ ആര് ചോദിക്കാനും പറയാനുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ടെങ്കിലും ശ്രുതി മൈൻഡ് ചെയ്യുന്നേ ഇല്ലേ. അങ്ങനെ വീണ്ടും ശ്രുതി പറയുന്നുണ്ട്, അതെ, ശ്രുതിക്ക് ഞാൻ പറയുന്നതല്ലേ വിശ്വാസം ഇല്ലാത്തുള്ളൂ, ഞാൻ ആ സ്വാമിജിയെ തന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് ശ്രുതി ഫോൺ എടുത്തിട്ട് മീരയുടെ നമ്പറിലേക്കാണ് കേട്ടോ വിളിക്കുന്നത്. മീര കോൾ എടുക്കുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്നങ്ങ് സംസാരിക്കുവാണേ. അതെ സ്വാമിജി, ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നില്ലായിരുന്നോ? ഒരു മാല പൂജിച്ചുകൊണ്ട് വന്നില്ലേ? എന്നാൽ മീരയാണെങ്കിൽ നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, അതെ സ്വാമി, നിങ്ങൾ പറഞ്ഞതൊന്നും എൻ്റെ ഹസ്ബൻഡിന് വിശ്വാസമായിട്ടില്ല, ഞാൻ കോള് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ശ്രുതിയുടെ നേരെ നീട്ടുകയാണേ. എന്നാൽ ശ്രുതി ഏതായാലും ദേഷ്യപ്പെട്ടിട്ട് കോള് തട്ടിപ്പറിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി വിടുകയാണ് കേട്ടോ. ഇല്ല ശ്രുതിക്ക് വിശ്വാസം ഇല്ലല്ലോ, ശ്രുതി ആ സ്വാമിയോട് നേരിട്ട് തന്നെ സംസാരിക്കുന്നു പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതെ, നിന്നെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞിട്ടല്ല എനിക്ക് വിശ്വസിക്കേണ്ടത്. ശരി, ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഒരു മുഖത്തൊരു തെളിച്ചം വരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, ശ്രുതി, എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ശ്രുതി ഈ നമ്പറിൽ വിളിച്ച് നോക്കിക്കോളൂ. ഇല്ലെങ്കിൽ ഇനി പല സമയവും എന്നെ ഫോൺ എടുത്തിട്ട് കിട്ടാത്തപ്പോഴൊക്കെ ശ്രുതി എന്നെ സംശയിക്കില്ലേ? അതൊന്നും എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ മാല ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ശ്രുതി, എന്തായാലും ഈ മാല ഇട്ടാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറും, ഇനി ശ്രുതിക്ക് സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയണേ. മാല കാണുമ്പോഴേക്കും ശ്രുതിയുടെ മനസ്സ് ഇച്ചിരിയൊക്കെ അലിഞ്ഞു വരുന്നുണ്ടേ. ഈ മാല കുറെ സെലിബ്രിറ്റീസ് ഒക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, എന്തായാലും ഞാൻ നിന്നെ വിശ്വസിച്ചു എന്നൊക്കെ പറയണേ. അപ്പോഴേക്കും ശ്രുതി വീണ്ടും സെന്റിമെന്റൽ ആവുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ശ്രുതിയുടെ സ്ട്രെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തത്, എന്നിട്ടിപ്പോ എന്ന് പറയുമ്പോഴേക്കും സാരമില്ല ശ്രുതി, നീ വിഷമിക്കണ്ട, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അതെ ശ്രുതി, ഇനിയെങ്കിലും ഒരു സർപ്രൈസ് ആക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. നീ ഒരിക്കലും ഒരു കള്ളത്തരം പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറയണേ. അപ്പോഴേക്കും ശ്രുതി വയ്ക്കുന്നുണ്ട്, ശ്രുതിക്ക് എന്താ വട്ടായോ? ഒരാളൊരു സർപ്രൈസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുകയാണേ.
ആ ശരിയാണല്ലോ ശ്രുതി, ഞാൻ അങ്ങ് മറന്നുപോയി എന്നും പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് നിൽക്കുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി ഈ മാല കഴുത്തിലിട്ടോ, എല്ലാ പ്രശ്നങ്ങളും മാറിക്കോളൂ എന്ന് പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, വേണ്ട, ഞാനത് പൂജാമുറിയിൽ വെച്ച് രാവിലെ പൂജിച്ചിട്ട് ഞാൻ നാളെ എടുത്തിട്ടോളാം എന്ന് പറയണേ. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇത് കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പോവാനായിട്ട് അങ്ങ് തുടങ്ങുകയാണേ. അപ്പോഴേക്ക് ശരി ശ്രുതി, ശ്രുതിയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, എന്തായാലും ലവ് യു ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയും ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിട്ട് ശ്രുതി പൂജാമുറിയിലേക്ക് അങ്ങ് പോവാണല്ലോ. ഈ സമയം മീര കോൾ ചെയ്യുന്നുണ്ട്. കോള് എടുത്തിട്ട് ശ്രുതിയോട് ഇരിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാടി പറഞ്ഞത്? സ്വാമിജി മാലയെന്നോ? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് ചോദിക്കാനേ. അതെ, അതെല്ലാം നീ ഒറ്റയൊരുത്തി കാരണം ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തുന്നാ? അതെ, നീ ഇന്ന് രാവിലെ ഷോറൂമിലേക്ക് വന്നില്ലേ? അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പാടുപെട്ടെന്ന് അറിയുമോ ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇനി ഒരു കാര്യം ചെയ്തേക്കണം. അതെ, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതല്ലേ, നീ കാഷ്വലായിട്ട് അവിടെ കാണുമെന്ന് ഓർത്തിട്ടാ വന്നതെന്ന് പറയുമ്പോൾ, ഇനി എന്നെ കാണാൻ വരുന്നതിന് മുമ്പ് എന്നെ കോള് ചെയ്ത് ഞാൻ എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ നീ വരാവുള്ളൂ എന്ന് പറയണേ. അപ്പോഴേക്കും മീരയും പറയുന്നുണ്ട്, അതെ, നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നതിന് മുമ്പ് എനിക്കും ഒന്ന് ഇൻഫോം ചെയ്യണമെന്ന് മീരയും പറയുന്നുണ്ട് കേട്ടോ. ആ ശരി, എന്തായാലും നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട, വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ച് റെഡിയായി വന്നിട്ട് ശ്രുതിയും കൂടിയിട്ട് ആ മാല പൂജിക്കാനായിട്ട് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് രവിയും ചന്ദ്രമതിയും അവിടെ ഇരിപ്പുണ്ട്. ഈ സമയം രേവതിയും സച്ചിയും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ എല്ലാം എടുത്തു വെച്ച് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും വന്ന് ഫുഡ് കഴിക്കാൻ ഇരിപ്പുണ്ടല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, നിക്ക് ശ്രുതി കഴിക്കാനും കൂടെ വന്നിട്ട് എല്ലാവരും കഴിച്ചാൽ മതിയെന്നേ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അതെന്താ അവൻ വന്നിട്ട് എല്ലാവർക്കും പാത്രം കഴുകി തന്നിട്ട് വേണോ എല്ലാവരും കഴിക്കാനെന്നേ? എന്നാ ചന്ദ്രമതി പറയുന്നുണ്ട്, രവിയേട്ടാ, ആവശ്യമില്ലാതെ രാവിലെ തന്നെ ഇവനോട് വഴക്കിന് വരണ്ട, നിന്റെ നാക്കും വെച്ചിട്ട് അടങ്ങിയിരുന്നോളാം പറയുന്നു പറയുക. എന്നാൽ സച്ചി പറയുന്നുണ്ട്, ഇതിനു വേണ്ടി ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് അവൻ ആ പൂജാമുറിയിൽ എന്തെടുക്കുവാന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എത്തി നോക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ശ്രുതിയും കൂടിയിട്ട് മാലയ്ക്ക് ഇങ്ങനെ പൂജിച്ച് കഴുത്തിലെടുത്തിടുകയാണേ. അപ്പോഴേക്ക് സച്ചി വയ്ക്കുന്നുണ്ട്, എന്താച്ചാ ഇവൻ വല്ല ശബരിമലയ്ക്കും പോവാണോന്നേ? എന്നാ രവി പറയുന്നുണ്ട്, എടാ അത് കരിങ്കാലി മാലയാണെന്നേ. സച്ചി പറയുന്നുണ്ട്, ഓ, ഒരു കരിങ്കാലി മാല ഇടുന്നു അല്ലേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ദേ അങ്കിൾ രാവിലെ തന്നെ സച്ചിയോട് വായും വെച്ച് അടങ്ങിയിരുന്നോളൂ, ആവശ്യമില്ലാതെ ശ്രുതിയെ കളിയാക്കണ്ടെന്ന് പറയണേ. എന്നാൽ രവി എന്തെങ്കിലും പറയുന്നോർത്തിട്ടാണ് ശ്രുതി പറഞ്ഞത്. ശ്രുതി അങ്ങ് ചമ്മിപ്പോവാണ് കേട്ടോ. രവി പറയുന്നുണ്ട്, സച്ചി നീ പോയിരുന്ന് ആഹാരം കഴിക്കാൻ നോക്കുന്നേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അതെ, നമ്മൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ അസൂയാണ് അവന്. ഓ പിന്നെ നീ വളർന്നങ്ങ് ഇപ്പോൾ ഫാനിമേ മുട്ടാറായി എന്ന് പറയുകയാണേ. സച്ചി പറയുമ്പോഴേക്കേ രവി പറയുന്നുണ്ട്, സച്ചി നിന്നോടാ പറഞ്ഞേ നീ പോയിരുന്നും ഭക്ഷണം കഴിക്കാനെന്നേ. ഈ സമയം ചന്ദ്രോദയത്തിൽ വന്ന് ഒരാള് കോളിംഗ് ബെല്ല് അടിക്കുകയാണ് കേട്ടോ. വലിയൊരു 2-3 കെട്ട് പാഴ്സലുമായിട്ടാണ് അയാൾ വന്ന് നിൽക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ എന്താണ് പാഴ്സലിലെന്നും അടുത്ത എന്താ വരാൻ പോകുന്നതെന്നും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് വേണ്ടവരെ നെക്സ്റ്റ് എന്നും കൂടി കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.